ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി അറിയപ്പെടുന്ന തദ്ദേശീയ നിർമ്മിത തേജസ് യുദ്ധവിമാനം വീണ്ടും അപകടത്തിൽപ്പെട്ടത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ മൂലം വിമാനം അപകടത്തിൽപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തേജസിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി. ഫെബ്രുവരി 7-നാണ് സംഭവം നടന്നത്. പതിവ് പരിശീലന പറക്കലിന് ശേഷം വ്യോമതാവളത്തിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. റൺവേയിൽ ഇറക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടമാവുകയും വിമാനം തെന്നിമാറുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ തകരാറാണ് അപകടത്തിന് പ്രധാന കാരണമെന്നാണ് സൂചനകൾ. ലാൻഡിംഗിന് ശേഷം വേഗത കുറയ്ക്കാനായി ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ അത് കൃത്യമായി പ്രവർത്തിച്ചില്ല. ഇതോടെ അതിവേഗത്തിൽ വന്ന വിമാനം റൺവേയുടെ അതിരുകൾ ഭേദിച്ച് തെന്നി മാറുകയായിരുന്നു. അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വിമാനം നിയന്ത്രണ വിധേയമാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചുവെങ്കിലും സാങ്കേതിക പിഴവുകൾ വെല്ലുവിളിയായി. ഭാഗ്യവശാൽ പൈലറ്റിന് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം അപകടനില തരണം ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ വ്യോമസേന ഇതുവരെ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സാധാരണയായി ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വ്യോമസേന പ്രസ്താവന പുറത്തിറക്കാറുണ്ടെങ്കിലും ഇത്തവണ മൗനം പാലിക്കുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നു. എങ്കിലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത അടിയന്തര നടപടികൾ വ്യോമസേന സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ സേവനത്തിനുള്ള 30ഓളം സിംഗിൾ സീറ്റ് തേജസ് വിമാനങ്ങൾ താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവയിൽ സമഗ്രമായ സാങ്കേതിക പരിശോധന നടത്താനാണ് തീരുമാനം. വിമാനത്തിന്റെ എഞ്ചിൻ, ബ്രേക്കിംഗ് സിസ്റ്റം, കൺട്രോൾ യൂണിറ്റുകൾ എന്നിവയെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. തകരാറുകൾ പരിഹരിക്കാതെ ഈ വിമാനങ്ങൾ വീണ്ടും പറപ്പിക്കുന്നത് പൈലറ്റുമാരുടെ ജീവന് ഭീഷണിയാകുമെന്ന വിലയിരുത്തലാണ് സേന. തേജസ് വിമാനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ യുദ്ധവിമാനത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സൽമേറിന് സമീപം ഒരു തേജസ് വിമാനം തകർന്നു വീണിരുന്നു. അതിനുശേഷം 2025 നവംബറിൽ ലോക പ്രശസ്തമായ ദുബായ് എയർ ഷോയിൽ പ്രകടനം നടത്തുന്നതിനിടയിലും തേജസ് വിമാനം തകരാറിലായി തകർന്നു വീണിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് പ്രകടിപ്പിക്കാൻ എത്തിയപ്പോഴുള്ള ആ അപകടം വലിയ തിരിച്ചടിയായിരുന്നു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് വിമാനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണെങ്കിലും ഇതിലെ പല നിർണായക ഭാഗങ്ങളും വിദേശ നിർമ്മിതമാണ്. ഇവ തമ്മിലുള്ള ഏകോപനത്തിലാണോ പിഴവ് സംഭവിക്കുന്നതെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ കുന്തമുനയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിമാനമാണിത്. പാകിസ്ഥാൻ, ചൈന അതിർത്തികളിൽ തേജസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനായിരുന്നു വ്യോമസേനയുടെ പദ്ധതി. എന്നാൽ തുടർച്ചയായ തകരാറുകൾ ഈ പദ്ധതികളെ മന്ദഗതിയിലാക്കിയേക്കാം. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വിമാനത്തിന്റെ ബ്ലോക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാവുകയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനമാണോ അതോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ എന്നും പരിശോധിക്കും. നിലവിലെ സാഹചര്യത്തിൽ തേജസ് വിമാനങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാകാതെ അവ വീണ്ടും വിന്യസിക്കാൻ സാധ്യതയില്ല. ഇത് വ്യോമസേനയുടെ നിരീക്ഷണ സംവിധാനങ്ങളെ ബാധിച്ചേക്കുമെന്ന് ആശങ്കയുണ്ട്. പകരമായി സുഖോയ്, മിറാഷ് വിമാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. സാംസ്കാരികമായും സാങ്കേതികമായും ഇന്ത്യയുടെ അഭിമാനമായ തേജസ് നേരിടുന്ന ഈ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കരുതുന്നത്. വരും ദിവസങ്ങളിൽ വ്യോമസേന ഇതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്.